ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം നടത്തുന്നതിനെ സംബന്ധിച്ച് തന്നെ മാധ്യമങ്ങൾ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അത് മാധ്യമ താല്പര്യങ്ങളുടെ ഭാഗമായതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്നു. മുന്നണിയിലെ എല്ലാ പാർട്ടികളിലും പെട്ട പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഗൗരവമായ ചില പ്രശ്നങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തത്. UDF ഗവൺമെന്റ് അധികാരമേറ്റ് 3 മാസം പൂർത്തിയാവുകയാണ്. ആഗസ്റ്റ് 18-ന് 3 മാസമാകും. ഈ 3 മാസ കാലയളവിൽ ഗവൺമെന്റ് തുടരുന്ന നടപടികൾ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെയാകെ പിറകോട്ടടിപ്പിക്കുന്നതിന് ഇടവരുത്തിയിട്ടുണ്ട്. കേരളം തിരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ തന്നെ BJPയുമായുള്ള അവിഹിതമായ ബന്ധമുറപ്പിക്കാനാണ് UDF നേതൃത്വം പൊതുവെ ശ്രമിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ കേരളത്തിലെ 3 മണ്ഡലങ്ങളിൽ BJP ജയിക്കാനിടയായി. ആ 3 മണ്ഡലങ്ങളിലും UDF 3-ാം സ്ഥാനത്താണ്. കേരളത്തിൽ ഒരു 30 അസംബ്ലി മണ്ഡലങ്ങളിലെങ്കിലും BJPയുടെ വോട്ട് കൊണ്ടാണ് UDF ജയിച്ചത്. ഈ ബന്ധം RSS സംഘപരിവാർ ശക്തികളുടെ താല്പര്യമനുസരിച്ചുള്ള BJPയുമായിട്ടുള്ള ഈ ബന്ധം UDF തുടരുകയാണ്. ഇവിടെ എടുത്തു വരുന്ന ഓരോ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാലും പരിശോധിച്ചു കഴിഞ്ഞാലും ഈ വസ്തുത നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഗ്രാമീണ ജനവിഭാഗങ്ങളിൽ പ്രധാനമായും ദാരിദ്ര്യ ലഘൂകരണത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. 1-ാം UPA ഗവൺമെന്റിന്റെ കാലത്ത് തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ ദാരിദ്ര്യ ലഘൂകരണം തന്നെയാണ് ലക്ഷ്യം. പ്രധാന പരിഗണന നൽകിയിരുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്കാണ്. എന്നാൽ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയെന്നോ മുകളിലെന്നോ വ്യത്യാസമില്ലാതെ